ബാക്ക് ടു മൈ ചാനൽ ആൻഡ് സമീൽ ഗൈസ്. അപ്പോൾ ഗൈസ് ഇന്ന് നമ്മുടെ ഊട്ടിയത്തെ ലാസ്റ്റ് വീഡിയോ ആണ് ഗൈസ്. ഇനി നമ്മളൊരു VR എക്സ്പീരിയൻസും കൂടി ഉള്ളൂ കേട്ടോ ഗൈസ്. അത് ഒരു ഫസ്റ്റ് ടൈം അത് അമേസിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പോൾ ആ വീഡിയോ കാണാൻ മറക്കണ്ട. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ ഊട്ടി പാർട്ട് 5 ആണ്. അപ്പോൾ നമ്മുടെ അവസാനത്തെ പാർട്ടും കൂടിയാണ് കേട്ടോ ഗൈസ്. ഇനി ഊട്ടി നമ്മളിങ്ങനെ വോയിസ് എക്സ്പ്ലെയിൻ ചെയ്യണില്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഊട്ടി മിസ് ചെയ്യുന്നുണ്ടോ ഗൈസ്? ഊട്ടിത്തെ വീഡിയോ ഇങ്ങനെ തുടർന്ന് കണ്ടിട്ട്. അപ്പോൾ ഗൈസ് ഇതാ നമ്മൾ ഇന്ന് അങ്ങനെ വിട പറയുകയാണ്. നമ്മൾ ചെക്കൗട്ട് ചെയ്തു കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ അതാ ലഗേജൊക്കെ അങ്ങോട്ട് കൊണ്ടുകഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ പോവാം കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മൾ ഇനി പോവാൻ പോണത് ദൊഡബട്ടേക്കാണ് കേട്ടോ ഗൈസ്. ഇനി നമ്മൾ ദൊഡബട്ടയിൽ പോയി ഒരു സ്ഥലത്തേക്കും പോകുന്നില്ല എന്ന് നിങ്ങൾ വിചാരിക്കും. ബട്ട് നമുക്ക് കാണാം ഗൈസ് വിചാരിച്ചത് ശരിയാണോ തെറ്റാണോ എന്നിട്ടോ ഗൈസ്. അവിടെ ഒരു പൂവലത്തെ സാധനം ഉണ്ട് കേട്ടോ ഗൈസ്. എന്തായാലും പറയുക അങ്ങനെ ഊതി കളിക്കുന്നു കേട്ടോ ഗൈസ്. നല്ല രസം കേട്ടോ. ഞാനൊക്കെ ഊതി ചിലതൊന്നും വിരിഞ്ഞില്ല. ബട്ട് എൻ്റെ അതേപോലെ അതുകൊണ്ട് ഒരുപാട് പോയില്ല കേട്ടോ ഗൈസ്. പിന്നെ ഗൈസ് അത് അങ്ങനെ തപ്പലായിട്ടോ ഗൈസ്. അവിടെ ഇനി അത്രയൊന്നും ഇല്ല കേട്ടോ. ഇനി ചിലതൊക്കെ ഉള്ളൂ ഗൈസ്. പിന്നെ അതാ നമ്മൾ അങ്ങനെ താഴേക്ക് ഇറങ്ങിയിട്ടോ ഗൈസ്. താഴേക്ക് ഗൈസ് ഇതാ നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അവിടെ നേരത്തെ എത്തിയിട്ടോ ഗൈസ്. ഞാനിത് കുറേ ഒക്കെ ഉമ്മാൻ്റെ അടുത്ത് കേട്ടോ ഗൈസ് ക്യാമറ ഓടിക്കാൻ പറഞ്ഞു. കാരണം എന്നെ പെടണല്ലോ മെയിൻ നായകൻ. ഗൈസ് ഒരു രസം ഇങ്ങനെയൊക്കെ പറയുമ്പോൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഗൈസ്, വെറുതെ പറഞ്ഞോന്നുള്ളൂ ഗൈസ്. ഇവിടെ പൂവുകളൊക്കെ ഉണ്ട്. അത് നല്ല രസം കേട്ടോ ഗൈസ് കിട്ടാൻ. അത് തന്നെ നല്ല രസം കേട്ടോ ഗൈസ്. യെസ് ഗൈസ് അത് ഭയങ്കര രസമാണ് ഗൈസ് അങ്ങനെയൊക്കെ കിട്ടാൻ കേട്ടോ ഗൈസ്. ദാറ്റ്സ് അമേസിങ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ഗൈസ്. അപ്പോൾ ഇതാ അർസു ഇപ്പോൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് കരഞ്ഞോണ്ടിരിക്കുക കേട്ടോ ആ ഒരു പൂവ്. അപ്പോഴേക്കത് എന്താണ് ആര് ഊതാൻ നോക്കിയിട്ടോ ഗൈസ്. അപ്പോൾ അതാവും കരഞ്ഞോണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ ഞാൻ എടുത്തു ഗൈസ്. ഇനി നമ്മൾ ഊതാൻ പോവാണ്. ആരിപ്പോൾ ഇവിടെ മത്സരമൊക്കെ പോലെ ഉണ്ടോ ആരാണ് ഇങ്ങനെ ഊതുക എന്നൊക്കെ കണ്ട ഗൈസ്. ഞാൻ ഊതിയത് പോയേയില്ല. ഞാൻ കുറേ വട്ടം ഊതി. കാരണം അത് ഫുള്ളായി വിരിഞ്ഞാണല്ലോ നമ്മളിങ്ങനെ ഊതുമ്പോഴേക്കും പോവുക. കാരണം അതിൻ്റെ പേരിങ്ങനെ വിട്ട് വരാൻ വേണ്ടി നിൽക്കുമായിരുന്നു. ഇത് പോയേയില്ല കേട്ടോ ഗൈസ്. കുറേ വട്ടം ഊതി. അതൊക്കെ ഒരു ഇത് ഭയങ്കര രസമായിരുന്നു കേട്ടോ ഗൈസ്. ഈ ഊട്ടി ഭയങ്കര രസമായിരുന്നു. ഇനി ഊട്ടിയില്ല ഗൈസ്. ആകെ ഊട്ടിയിൽ ഏറ്റവും പൊട്ട കാര്യം എന്ന് പറഞ്ഞാൽ യാത്രയാണ്. എനിക്ക് കേട്ടോ ഗൈസ് ഈ യാത്ര വരില്ല ഗൈസ്. കുറേ ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ. ഇവരിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടുണ്ട്. ദിവസവും രാവിലെ വന്ന് വെട്ടും കേട്ടോ ഗൈസ്. അത് ഞാൻ വേറൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ട്. ഊട്ടി പാർട്ട് 4 ആണെന്ന് തോന്നുന്നു ഗൈസ്. നമ്മളിവിടെ കുറേ കറങ്ങി കേട്ടോ പുറത്തേക്കൊക്കെ. കാരണം ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞാൽ ആക്ടിവിറ്റീസൊക്കെ ഞാൻ പറഞ്ഞല്ലോ റവന്യൂ ചെയ്യാൻ പോകുന്ന ഈ ഒരു ഇത് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആക്ടിവിറ്റീസൊന്നും ഇപ്പോൾ ഇവിടെ മെയിനായിട്ട് നടക്കുന്നില്ല. ശരിക്കും നമ്മൾ ഏറ്റവും വരാൻ പാടാത്ത സമയം അത് കാരണം സ്റ്റിൽ ആൾക്കാരുണ്ട് കേട്ടോ ഗൈസ്. എന്നാലും കുറച്ചും കൂടി വരാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞ സമയം ഇപ്പോഴാണ് കേട്ടോ ഗൈസ്. കാരണം ഇവിടെ മറ്റേ റോപ്പിൽ നടക്കണത്, സ്കൈ സൈക്കിള്, സിബ് ലൈന് ഇതൊന്നുമില്ല ഇപ്പോൾ. കാരണം അതെല്ലാം പൂട്ടി കിടക്കാം കേട്ടോ. ഇനി ഇതപ്പോൾ 6 മാസം കഴിഞ്ഞിട്ട് തുറക്കുള്ളൂ. ഞങ്ങൾ കുറേ മഹീന്ദ്രൻ്റെ ഇതിൽ പോയി നോക്കി. പിന്നെ ഊട്ടി ഒന്നും കൂടി പോകാൻ വിചാരിച്ചു. നമ്മൾ മൊത്തം 3 വട്ടം പോയിട്ടുണ്ട്. എന്നാലും ഞങ്ങൾ ഫസ്റ്റ് വേറെ നോക്കിട്ടോ ഗൈസ്. അത് വലിയ ഇതാണ് കേട്ടോ. ബട്ട് ഇപ്രാവശ്യം നമ്മൾക്കത് കിട്ടിയില്ല ഗൈസ്. അത്രയും ഇതാണ് കേട്ടോ, ഡിമാൻഡാണ് അതിനൊക്കെ. അതുമാത്രമല്ല അത് ഫുള്ള് ബുക്ക് ചെയ്തതിന് ഒരു റൂം പോലും ബാക്കിയില്ല. ഊട്ടിയിൽ പാകം തന്നെ ഉള്ളൂ കേട്ടോ. അതും ഒറ്റ റൂം ഗൈസ്. ഒരു ലക്കിന് പിന്നെ വേറെ ഒന്നും നോക്കിയില്ല, അതന്നെ എടുത്തു. ഒരു ദിവസം കൂടി വൈകി കഴിഞ്ഞാൽ ചിലപ്പോൾ അതും ബുക്കായാലോ എന്ന് പറഞ്ഞിട്ട് പിന്നെ ആലോചിക്കാൻ നിന്നില്ല കേട്ടോ ഗൈസ്. അങ്ങനെ നമ്മളിതിപ്പോൾ ചെക്കൗട്ട് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഇവിടെ നമ്മൾ ചെസ്സ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ദിവസം. പിന്നെ ഒന്നും കൂടി ഫോട്ടോ എടുക്കാൻ പോണതിന് മുമ്പ് ഗൈസ്. പിന്നെ അവർ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും ഇത് നമ്മുടെ പുതിയ ഫോണാണ് കേട്ടോ. ഇതിൻ്റെ റിവ്യൂ ഇനിയും വരുന്നുണ്ട് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ തീർത്തിട്ട് അത് ഇടാന്നുള്ള ഒരു ഇതിലായിരുന്നു കേട്ടോ ഗൈസ് ശരിക്കും. ബട്ട് നല്ല ലേറ്റായി പോയി ഗൈസ്. ആ ഫോൺ മേടിച്ചിട്ട് ഇപ്പോൾ 2 മാസമോ
ഒന്നര മാസമൊക്കെ ആയിട്ടോ ഗൈസ് നമ്മൾ ഊട്ടി പോയതും ഇപ്പോൾ എഡിറ്റ് ചെയ്യണത്. കാരണം നമ്മൾ ഓരോ ആഴ്ചയിലാണ് ഒന്നൊന്നും ഇടുന്നത്. അപ്പോൾ 1.25 മാസം എങ്ങനെയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഗൈസ് കുറച്ച് ഇതാണ്. അപ്പോൾ ഗൈസ് അപ്പോൾ എല്ലാവരും ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറേ ഫോട്ടോ ഒക്കെ എടുക്കണ്ടായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ വരുന്ന വഴി ഇതാ വരുന്ന വഴിയായിരുന്നു കേട്ടോ ഗൈസ്. പപ്പ പറഞ്ഞ വരുന്ന വഴിയാണ് അടിപൊളി, അവിടെ പോയി എത്തിയിട്ടല്ല വ്യൂ പോയിന്റ് ആണ് നിന്ന് കേട്ടോ ഗൈസ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് അപ്പോഴും ഒരു യാത്ര എന്ന് പറഞ്ഞിട്ടൊരു ടെൻഷൻ ഉണ്ടായി. കാരണം ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഊട്ടിയിൽ നിന്ന് വീട്ടിലേക്ക് പോകാനുള്ളൊരു 160 കിലോമീറ്റർ ഇല്ലേ, അത് ഓർത്തുകൊണ്ടാണ്. എനിക്കാണെങ്കിൽ അത് മറക്കാനും പറ്റുന്നില്ല ഗൈസ്. ഛർദ്ദിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെയാണ് കേട്ടോ ഗൈസ്. നല്ല ഇടങ്ങാറാണ് ഗൈസ്. പിന്നെതാ ഞാൻ ഫ്രണ്ട് സീറ്റിൽ ഇരുന്നില്ല കേട്ടോ പ്രാവശ്യം. ബാക്ക് സീറ്റ് പോകുമ്പോഴൊക്കെ ബാക്ക് സീറ്റിൽ ഇരിക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ തുടപെട്ട കഴിഞ്ഞ് ഇനി നമ്മൾ അങ്ങനെ പോകുന്നുണ്ടല്ലോ വീട്ടിലേക്ക്, ആ സമയത്ത് നമ്മളിത് ഇങ്ങനെ ഉറങ്ങും. അപ്പോൾ വരുമ്പോഴാണ് നമ്മൾ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കേണ്ടത്. അപ്പോൾ അതാണ് സുഖം ഗൈസ്. അതാണ് ശരിക്കും. ബട്ട് ഞാൻ വരുമ്പോഴും പോകുമ്പോഴും ഫ്രണ്ട് സീറ്റിൽ ഇരുന്നില്ല കേട്ടോ ഗൈസ്. സീറ്റ് ബെൽറ്റ് നമുക്ക് ഹൈവേയിലൊക്കെ ഇടണം. പിന്നെ എനിക്കാണെങ്കിൽ അത് ഒട്ടും പറ്റൂല, അതുകൊണ്ട് ഇട്ടുമില്ല. പിന്നെ എന്താണ് ഉമ്മ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. എൻ്റെ ആ ഒരു നല്ല മനസ്സിന് നിങ്ങൾ എന്ത് പറയണം, വലിയ കാര്യമൊന്നുമല്ല. നമ്മളിപ്പോൾ ഇതാ തോടപട്ടേൻ്റെ ആ ഒരു വ്യൂ പോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ തിരിച്ച് കയറിട്ടോ ഗൈസ്. അതെനിക്ക് ഒട്ടും പറ്റില്ല. പിന്നെ നമ്മൾ വാങ്ങിയും കുറച്ച് കാര്യങ്ങളൊക്കെ കഴിച്ചു. അർസാനിക്ക് ഒട്ടും വയ്യായിരുന്നു കേട്ടോ ഗൈസ്. എനിക്കും പറ്റുന്നില്ല, ഉമ്മാക്കും പറ്റുന്നില്ല, അർസാനിക്കും പറ്റുന്നില്ല. അപ്പോൾ നമ്മൾ ഇവിടെ ഒന്ന് നിർത്തിയിട്ടോ ഗൈസ്. ദൊടപട്ടയിൽ എത്തിയിട്ടില്ല, എത്താൻ പോകണുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ പപ്പ പറഞ്ഞു ഉപ്പുള്ള എന്തെങ്കിലുമൊക്കെ കഴിച്ചാൽ ശരിയാവുമെന്ന് പറഞ്ഞു കേട്ടോ ഗൈസ്. അപ്പോൾ പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, നമ്മൾ നേരെ എന്തോ പപ്പ ഓടിക്കാൻ പോയി. അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പോഴേക്കും പുറത്തേക്ക് വന്നു കേട്ടോ ഗൈസ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ഉള്ളൊരു സ്ഥിതിയാണ് കേട്ടോ ഗൈസ്. ആ ഛർദി ഉള്ളവർക്ക് അറിയുള്ളൂ, ഛർദി ഇല്ലാത്തവർക്ക് അത് മനസ്സിലാവില്ല കേട്ടോ ഗൈസ്. നിങ്ങൾ വിചാരിക്കും ഒന്ന് ഛർദിക്കലുള്ളൂ. ബട്ട് ആ ഛർദിക്കുന്നതിന് മുമ്പുള്ള ടെൻഡൻസിയൊക്കെ ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ ഗൈസ്. ഗൈസ് ഇപ്പോൾ അർസാനും കോണ് മേടിച്ചു, പിന്നെ മാങ്ങ മേടിച്ചു. മാങ്ങ ഞാൻ കഴിച്ചു കേട്ടോ. വരുന്ന വഴി ചിക്കൻ റോളും മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ്. ഞാൻ ഇപ്പോൾ ചിക്കൻ റോള് പപ്സൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ റോളും പപ്സൊക്കെ കഴിച്ചു. എന്നാലും ഒട്ടും പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഉപ്പുകളൊക്കെ മേടിച്ച് കഴിച്ചു കേട്ടോ ഗൈസ്. എനിക്ക് മാത്രമല്ല അർസാനിക്ക് ഒട്ടും വയ്യ. അതായിരുന്നു അവൻ അവിടെ കിടക്കണോ വയറ് വേദനിക്കണോ എന്നൊക്കെ ഉള്ള പേരിൽ കേട്ടോ ഗൈസ്. ശരിക്കും പറഞ്ഞാൽ അത് ഇടങ്ങാറായി നല്ലോണം. യാത്ര പറ്റാത്തവർക്കൊക്കെ ഇങ്ങനെ ലോങ് ഡ്രൈവ് എന്ന് പറയുമ്പോഴത്തേന് പിന്നെ കുറേ ടൂറിസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഊട്ടി പിന്നെ അല്ലെങ്കിൽ ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ. അപ്പോൾ അത് എക്സ്പെക്റ്റ് ചെയ്യുമായിരിക്കും മിക്കവരും. ജസ്റ്റ് പറഞ്ഞോന്നുള്ളൂ കേട്ടോ ഗൈസ്. ഇതാണ് നമ്മുടെ തോടപട്ടേൻ്റെ വഴി കേട്ടോ. തോടപട്ടീൻ്റെ ഇതാണ് പപ്പ പറഞ്ഞത്. ഈ ഒരു വ്യൂ കാണാനാണ് ഏറ്റവും കാര്യം. അല്ലാതെ തോടപട്ടയിൽ കാര്യമായിട്ട് ഇതിൻ്റെ അത്രയൊന്നും ഇല്ല എന്നാണ് പപ്പ പറഞ്ഞത്. ബട്ട് തോടപട്ടയിൽ അത്യാവശ്യം ഉണ്ട് കേട്ടോ ഗൈസ്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇത് പറഞ്ഞാൽ എനിക്ക് ശരിക്കും നാച്ചുറൽ ടൈപ്പ് ഇഷ്ടമാണ്. ബട്ട് ഒരുപാടൊന്നും ഇഷ്ടമല്ല. ഇങ്ങനെ ടൂർ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഒന്നാണെങ്കിൽ എക്സ്ട്രീം പോകണം. അത് പറഞ്ഞാൽ ഇങ്ങനെ ഹിമാലയല്ല അല്ലെങ്കിൽ കാശ്മീറൊക്കെ പോകണമെന്ന് ഭയങ്കര ഇതാണ് കേട്ടോ. അങ്ങനെയൊക്കെ പോവുകയാണെങ്കിലാണ് എനിക്ക് ഈ നാച്ചുറൽ അല്ലെങ്കിൽ നേച്ചറൊക്കെ ആയിട്ട് പോവുകയാണെങ്കിൽ എനിക്കിഷ്ടമുള്ളൂ. അല്ലെങ്കിൽ എനിക്കിങ്ങനെ ഫാൻറ്റസി പാർക്ക്, ഡ്രീം വേൾഡ്, സിൽവർ സ്റ്റോം ഇതൊക്കെ സ്കൂളിൽ നിന്ന് പോവുമുണ്ട്. എന്നാലും പറയുമ്പോൾ കുറച്ചും കൂടി അതാ ബെറ്റർ. എനിക്കതാ ഇഷ്ടം കേട്ടോ ഗൈസ്. പിന്നെ ഇതിൻ്റെ പറഞ്ഞാൽ മെയിനായിട്ടുള്ള കാര്യം പറഞ്ഞാൽ വ്യൂ ആണ് കേട്ടോ ഗൈസ്. നല്ല വ്യൂ ആണ്. പിന്നെ കുറേ മരങ്ങളുണ്ട് കേട്ടോ ഗൈസ്. നല്ല തണുത്ത കാറ്റാണ് കേട്ടോ ഗൈസ്. രാവിലെ നമ്മൾ എണീറ്റ് അങ്ങനെ ഒരു 10-10:30 ആകുമ്പോഴേക്കും നമ്മൾ പോയിട്ടോ ഗൈസ്. 10 മണിക്ക് ചെക്കൗട്ട് ചെയ്തു. ഇതിപ്പോൾ ഒരു 10:45. ഇനി കുറച്ച് നേരം വളരെ വലിയ ബ്ലോക്ക് വരുന്നുണ്ട് കേട്ടോ ഗൈസ്. ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഗൈസ് അത് വലിയ ബ്ലോക്ക് കേട്ടോ.
ഗൈസ് പിന്നെ നമ്മളിങ്ങനെ നിർത്തിയിട്ട് വ്യൂ ഒക്കെ കാണുന്നുണ്ട് കേട്ടോ ഗൈസ്. അതൊക്കെ നമുക്ക് വേറൊരു വീഡിയോ പറയാം ഗൈസ്. അപ്പോൾ ഗൈസ് ശരിക്കും പറഞ്ഞാൽ ഇതൊരു ഭയങ്കര ഫീലുള്ളൊരു കാര്യമാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് തന്നെ ചെയ്യണം കേട്ടോ ഗൈസ്. ഭയങ്കര കോൾഡാണ് പുറത്ത്, പ്ലസ് ഇങ്ങനത്തെ വ്യൂ ഒക്കെ അങ്ങനെ കാണുമ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര രസമാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇതാ നമ്മൾ എണീറ്റ് ഒരു സ്ഥലത്തുനിന്ന് ഇനി നമ്മൾ ഇവിടെ ഇതാണ് നമ്മളിനി നിർത്തുന്നുള്ളൂ. ഇനി നേരെ നമ്മൾ ദൊടപെട്ടയ്ക്കാണ്. അപ്പോൾ ദൊടപെട്ടേൻ്റെ ഈ ഒരു സ്ഥലത്ത് തന്നെ നമ്മൾ നിർത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുക. ഫോട്ടോഗ്രാഫിയായി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് എസ്തറ്റിക്കലൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിതാ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് ഇതാ ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇറങ്ങി. ഇനി നമ്മൾ ഫോട്ടോ എടുത്ത് കുറച്ചൊക്കെ ആസ്വദിച്ച് മെല്ലെ ആണ് ഇനി ഇവിടെ നിന്ന് പോവുള്ളൂ. ഇന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമില്ലാത്ത ദിവസം. കാരണം ദൊടപെട്ടൊന്നും കേട്ടോ, ദൊടപെട്ടൊക്കെ അടിപൊളിയാണ്. എന്നാലും ഇന്നത്തെ ആ യാത്ര ഇങ്ങനെ ഓർത്തിട്ട് എനിക്കിങ്ങനെ പോണേലൊരു എന്താ പറയുക, ഒരു ഇത് ഒന്നും പറയാനില്ല. പക്ഷെ വരുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. എന്താണ് ലേസൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് വരുമ്പോൾ വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല കേട്ടോ ഗൈസ്. ലേസൊക്കെ ഇടക്കിടക്കിടക്ക് കഴിച്ചു. അങ്ങനെ പോണവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഒപ്പിച്ചു കേട്ടോ ഗൈസ്. വരുന്ന സമയത്താണ് കാര്യങ്ങൾ കൈവിട്ടു പോയത്. ലേസ് ഉണ്ടായിരുന്നില്ല. പിന്നെ ഇടക്കിടക്ക് നിർത്തിയൊക്കെ എന്താണ് കഴിച്ചു. എന്നാലും ലേസ് ഇല്ലാത്തതുകൊണ്ടൊന്നും ആയിരിക്കില്ല. എന്നാലും ഗൈസ് ഭയങ്കര ഇടങ്ങാറായിട്ടോ. പോണേനും ഊട്ടിക്ക് വരുന്നതിനേക്കാളും പോകുമ്പോൾ ഭയങ്കര ഇടങ്ങാറായി ഗൈസ്. ശരിക്കും പറഞ്ഞാൽ നല്ല ഇടങ്ങാറായിട്ടോ. അങ്ങനെ തന്നെ ഞാൻ അവിടെ തന്നെ ഡൗൺ ആയി. പിന്നെ അവിടെ നിന്ന് എനിക്ക് ഒന്നുമില്ല. ആ ഒരു മണിക്കൂർ കണക്ക് യാത്രയാണ്. 5 മണിക്കൂർ 7 മണിക്കൂറൊക്കെയാണ് കേട്ടോ ഗൈസ് യാത്ര. അത് എനിക്ക് താങ്ങാനുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. കാരണം ഒന്നാമത് കാറ് പറ്റില്ല. അതിൻ്റെ ഉള്ളിൽ ഇത്രയും മണിക്കൂർ ഇരിക്കുക എന്ന് പറഞ്ഞാൽ ഗൈസ് നടക്കുമോ? എന്നെക്കൊണ്ട് നടക്കില്ല. ഇവിടെ ഇതൊക്കെ ആസ്വദിച്ച് ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ ഗൈസ്. അത് പറഞ്ഞാൽ ഡ്രൈവിംഗ് ഒക്കെ അല്ലെങ്കിൽ ട്രാവലൊക്കെ ഇഷ്ടമുള്ള കുറേ പേര് ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ട്രാവലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ. ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ഇഷ്ടമാണ്. ബട്ട് എന്നാലും ഗൈസ് ഇവിടെ ഇഷ്ടം പോലെ റബ്ബർ തെങ്ങാണ് തോന്നുന്നു കേട്ടോ ഗൈസ്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ബട്ട് ഇഷ്ടം പോലെ ഉണ്ട് മരങ്ങൾ ഗൈസ്. പിന്നെ നല്ല കാറ്റാണ് കേട്ടോ ഇവിടെ. തണുത്ത് വിറയ്ക്കുന്നുണ്ടായിരുന്നു ഗൈസ്. നല്ല തണുപ്പായിരുന്നു. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ വ്യൂ ഒക്കെ നോക്കിയിരിക്കുന്നു കേട്ടോ ഗൈസ്. ഇത് കുറച്ചും കൂടി ഉള്ളിലേക്കൊക്കെ പോവാം കേട്ടോ ഗൈസ്. നമ്മൾ അത്യാവശ്യം ഉള്ളിലേക്കൊക്കെ പോയി. എന്നാലും ഒരുപാട് പോയില്ല കേട്ടോ. ഒരുപാട് പോവാണെന്ന് പറഞ്ഞാൽ പപ്പ പറഞ്ഞു ഇവിടെ ചിലപ്പോൾ കുരങ്ങൾ ഉണ്ടാവുന്നു ഗൈസ്. അപ്പോൾ പപ്പ പറഞ്ഞു ഫാമിലിയായിട്ട് പോകാൻ പറ്റില്ല. ഇങ്ങനെ ഫാമിലിയെല്ലാം നമ്മൾ ട്രിപ്പ് അടിക്കില്ലേ, അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ അതിൻ്റെ ഉള്ളിലൊക്കെ പോകാൻ പറ്റുള്ളൂ പറഞ്ഞു കേട്ടോ ഗൈസ്. ഗൈസ് ഇതാ നമ്മളിപ്പോൾ ഇനിയും പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ ഗൈസ്. ഇവിടെ നിന്നാണ് ഒരു ബ്ലോക്ക് തുടങ്ങണ് ഗൈസ്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഇതായിട്ടോ ഇടങ്ങാറായി. അത് എനിക്കല്ല പപ്പാക്ക് കേട്ടോ ഗൈസ്. ഇവിടെ നിന്ന് അങ്ങോട്ട് ബ്ലോക്ക് തുടങ്ങി. നല്ല കോടയുണ്ട് കേട്ടോ. ഇത് ഊട്ടീൻ്റെ ഒക്കെ ഒരു ഏറ്റവും ടോപ്പ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ഗൈസ്. ഭയങ്കര ഇതാണ് ഗൈസ് ഇവിടെ. ഈ സമയത്ത് മഴ തുടങ്ങി. അതുമാത്രമല്ല മിക്ക കാറുകളുടെ എൻജിനും പുക വന്നു കേട്ടോ ഗൈസ്. കാരണം മോളിക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എന്നതിന് ഒരുപാട് നേരം നമ്മളിങ്ങനെ സ്പീഡിൽ പോകുന്നല്ലോ, മെല്ലെ ഇങ്ങനെ നിർത്തി പോയിക്കൊണ്ടിരിക്കണോണ്ട് ഗൈസ് ഭയങ്കര പുക. മിക്ക കാറിനും പുക വന്നു. ചിലതൊക്കെ അവിടെ നിന്നു. അങ്ങനെ ഗൈസ് ഭയങ്കര ഇടങ്ങാറ് കേട്ടോ ഗൈസ്. ആദ്യമായിട്ടാണെന്ന് തന്നെ പപ്പി പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കാറിന് വേറൊരു പണിയും കിട്ടി ഗൈസ്. അങ്ങനെ നമ്മൾ ദൊടപെട്ടയിലെത്തി. ദൊടപെട്ടയിൽ അതൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഗൈസ്. പിന്നെ അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറിയപ്പോൾ അവിടെ കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ ഗൈസ്. ഇതിന് ടിക്കറ്റ് ആവശ്യമില്ല. ഇനി ഇതിൻ്റെ ഉള്ളിൽ പോണതിനാണ് ടിക്കറ്റ് ആവശ്യം കേട്ടോ ഗൈസ്. ഇനി ഉള്ളിൽ കുറച്ചും കൂടി വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇവിടെ കുറേ സാധനങ്ങൾ ഹോൾസെയിലല്ല റീറ്റെയിൽ തന്നെയാണ് ഗൈസ്. എന്നാലും അതേപോലെ ഇങ്ങനെ നിരത്തിയിട്ടുണ്ട് കേട്ടോ ഗൈസ്. ഇനിയിപ്പോൾ നമ്മളിവിടെ നിന്നൊന്നും വാങ്ങിയില്ല കേട്ടോ ഗൈസ്. നമ്മൾ ഫുഡുകളൊക്കെ വാങ്ങി. ഇതിന് ഗൈസ് ഇരട്ടി റേറ്റ് ആണെന്ന് എനിക്ക് ഫീൽ ചെയ്തു. പപ്പയൊന്നും പറഞ്ഞില്ല.
ഗൈസ് എന്നാലും എനിക്കിവിടെ നിന്ന് മേടിക്കുന്നതിന് വേർത്തായി തോന്നിയില്ല. പിന്നെ ക്വാളിറ്റി ഒന്നും അത്ര പോരാട്ടോ ഗൈസ്. ഇവിടെ മറ്റേ വിൻ്റർ ജാക്കറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ്. എന്നാലും എനിക്ക് ഇതിലൊന്നും ഒരു ക്രേസ് ഇല്ല. എനിക്ക് ഈ ലാപ്ടോപ്സ് ഈ ഇലക്ട്രോണിക്സ് ഒക്കെ ആയിട്ടാണ് ഗൈസ് ഭയങ്കര ഇതായിട്ടൊന്നും വലിയ കാര്യമില്ല കേട്ടോ ഗൈസ്. എന്നാലും ഇവിടെ ഇങ്ങനെ വെറുതെ കണ്ടുകൊണ്ടിരുന്നു. നമ്മളങ്ങനെ ഗൈസ് ഇങ്ങനെ പൊക്കോണ്ടിരിക്കുന്നു കേട്ടോ. ഇനി ദൊടപെട്ടിരുന്നു. ഇനിയിപ്പോൾ ഊട്ടീൻ്റെ വീഡിയോ ഞാൻ ലാസ്റ്റാണെന്ന് പറഞ്ഞു, ഒന്നും കൂടി ഞങ്ങൾ ഓർമ്മിപ്പിച്ചതെന്നുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒന്ന് ഫുള്ള് കണ്ടാൽ എനിക്ക് നല്ല സന്തോഷമാണ് കേട്ടോ ഗൈസ്. അപ്പോൾ നിങ്ങളത് മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഗൈസ് ഞാൻ ഇപ്പോൾ മെല്ലെ പറയണ്ടായിരിക്കും, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഞാൻ സൗണ്ട് കൂട്ടിയിടാം കേട്ടോ ഗൈസ്. ഇവിടെയാണ് നമ്മൾ ടിക്കറ്റ് എടുത്തത്. ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ അങ്ങനെ ഉള്ളിൽ കയറിയിട്ട് ഉള്ളിൽ കയറിയപ്പോൾ അത് ഇങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ ഗൈസ്. നല്ല കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. ഞാൻ ഒരു സ്ഥലം കാണിച്ചു തരാം ഇനി ഇവിടെ പോണത്. അവിടെ അടിപൊളി കാറ്റും പ്ലസ് വ്യൂ ആണ് കേട്ടോ ഗൈസ്. അത് അടിപൊളിയായിരുന്നു, അത് സെറ്റ് ആയിരുന്നു. ഞാൻ ഊട്ടി വന്നിട്ട് ഏറ്റവും നല്ല സ്ഥലം അതാണെന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോൾ ഞാൻ കണ്ടതിൽ നല്ല, ചിലപ്പോൾ ഊട്ടിയിൽ തന്നെ ഏറ്റവും നല്ല അതാണ് ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 3 ഒക്കെ വരും കേട്ടോ ഗൈസ്. ഭയങ്കര രസമായിരുന്നു. ഊട്ടിയിലത്തെ ടോപ്പ് 3 വരും. കാരണം ഊട്ടിയിൽ അത്ര വലിയ അതൊന്നും അല്ലല്ലോ ഊട്ടി ഗൈസ്. എന്നാലും അത്യാവശ്യം വലുതാണ് കേട്ടോ ഊട്ടി ഗൈസ്. ഇവിടത്തേക്ക് വ്യൂകളാണ് ഗൈസ്. നിങ്ങൾക്ക് വ്യൂ ഇഷ്ടമാണെങ്കിൽ ഇവിടേക്ക് വന്നാൽ മതി. കുറച്ച് നിങ്ങളുടെ അവിടെ നിന്നൊക്കെ അടുത്തായിരിക്കും എന്ന് വിചാരിക്കുന്നു. എൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരെയാണ്, ബട്ട് വേറെയും കുറേ ദൂരമുള്ള സ്ഥലങ്ങളുണ്ട് ഗൈസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ കാഴ്ചകൾ കേട്ടോ ഗൈസ്. നല്ല കാഴ്ചയാണ് ശരിക്കും പറഞ്ഞാൽ. നല്ല തണുപ്പാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കാഴ്ചയൊക്കെ വന്നാൽ ഭയങ്കര രസമാണ്. എനിക്കാണെങ്കിൽ തണുത്തിട്ട് വിറയ്ക്കുകയാണ് കേട്ടോ ഗൈസ്. പിന്നെ ഇതിൻ്റെ മുകളിൽ അതിലേറെ തണുപ്പുണ്ട്. ഇനി ഇതിൻ്റെ ഒപ്പുറം തണുപ്പ് എവിടെയാണെന്ന് ഞാൻ കാണിച്ചിട്ട് ഗൈസ്. ഇതിൽ വെറുതെ ഇങ്ങനെ കണ്ടപ്പോൾ കയറി നോക്കിയാണ് കേട്ടോ. കയറിയത് വേർത്തായി എന്നൊക്കെ വേണമെങ്കിൽ പറയാം കേട്ടോ ഗൈസ്. ഇവിടെയാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇത് കയറിയില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായ തന്നെ ഗൈസ്. അതും കൂടി ഒന്ന് പറഞ്ഞു എന്നുള്ളൂ ഗൈസ്. ഈ വീഡിയോയിൽ ഞാൻ എത്ര ഗൈസ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ പറ്റുമോ ഗൈസ്? അത് നിങ്ങൾ എത്രയെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ കമൻറ്റ് ചെയ്യും കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നിങ്ങൾ അത് കമൻറ്റ് ചെയ്യും. ഇത് കുറച്ച് പണിയാണ്. ഞാൻ വീഡിയോ മൊത്തം കണ്ട് എത്ര പേരാണെന്നുണ്ടെങ്കിൽ അത് ഇങ്ങനെ മറ്റുള്ളവരുടെ കോപ്പി ഇടുകയും നിങ്ങളിപ്പോൾ മറ്റുള്ളവരുടെ തെറ്റായിരിക്കും. അതുകൊണ്ട് ഞാനത് കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആണ് ഗൈസ് ഞാൻ പിൻ ചെയ്യുക. അപ്പോൾ ഗൈസ് നിങ്ങളൊന്ന് മാക്സിമം ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. നമ്മൾ പിൻ ചെയ്യുന്നതാണ്, അല്ലെങ്കിൽ ഞാൻ പിൻ ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ ഇതാണ് മോസ്റ്റ് ബ്യൂട്ടിഫുൾ പ്ലേസ് കേട്ടോ ഗൈസ്. അത് സത്യമാണ് കാര്യമായിട്ട്. നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടോ ഈ ഫോണിൽ ഗൈസ്. ഇതാണ് ആ ഒരു കാഴ്ച കേട്ടോ ഗൈസ്. ഈ ഫോൺ നല്ല ക്ലാരിറ്റി ഉള്ളതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം നേരം കണ്ടാവും കേട്ടോ ഗൈസ്. ഈ ഒരു കാഴ്ച ഇതിങ്ങനെ കോഡിങ്ങനെ അടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഗൈസ്. നമുക്കൊക്കെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇങ്ങനെ പാറി ബാക്കോട്ട് ഇങ്ങനെ പറന്നു പോകും കേട്ടോ ഗൈസ്. അത് പറഞ്ഞാൽ കാറ്റടിച്ചിട്ട് കേട്ടോ ഗൈസ്. പ്ലസ് ആ വ്യൂ ഒന്ന് നോക്കുക ഗൈസ്. അങ്ങനെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി കഴിഞ്ഞാൽ അത് ഇങ്ങനെ 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 പോണത് നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഗൈസ്. ഗൈസ് സിഗ്മ നോ ഐ മീൻ ആൽഫ ഗൈസ്. എന്താ അർജു കൊടിക്കുന്നുണ്ട് കേട്ടോ ഗൈസ്. അവിടെ മൊത്തം ഇതാണ് ഗൈസ്. തൊണ്ടവേന തുടങ്ങിയിട്ടൊരു 3 ദിവസം അതിൻ്റെ ഒരു ചെറിയൊരു ഇതുണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് അതാണ് ഞാൻ ഇന്ന് പറഞ്ഞതും. കുറച്ച് ഒരു ഇതായിട്ട് എനിക്ക് നല്ല തൊണ്ടവേന ഉണ്ട് കേട്ടോ ഗൈസ്. ദാർസാൻ പപ്പാൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അവന് ഇങ്ങനെ തണുത്തിട്ടിരിക്കുകയാണ് അവിടെ. അവനക്കേ തണുത്തിട്ട് ഗൈസ്. ഞാനിവിടെ എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇത് കുറേ എനിക്ക് തന്നെ ഓർമ്മയില്ല കേട്ടോ ഗൈസ് കാര്യങ്ങളൊന്നും. ബട്ട് ഇവിടുത്തെ ഒരു വ്യൂ അടിപൊളിയാണ്. അത് മാത്രം എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഗൈസ്. ഇത് കണ്ടങ്ങനെ അടിക്കണുണ്ടോ ഗൈസ് ആ ഒരു കോട നമ്മുടെ അടുത്തേക്ക്. അതാണ് ഇവിടുത്തെ തണുപ്പുണ്ട് കേട്ടോ ഗൈസ്. നല്ല തണുപ്പാണ് ഇവിടെ. അതുമാത്രമല്ല അതാണ് ഞാൻ പറഞ്ഞത് ഗൈസ്. തണുപ്പ് പ്ലസ് വ്യൂ പ്ലസ് അമേസിങ് ഗൈസ്. തണുപ്പ് പ്ലസ് ബ്യൂട്ടിഫുൾ വ്യൂ ആണ് കേട്ടോ ഗൈസ്. നമ്മൾ ഇത്ര നേരം കണ്ടതിൽ ഏറ്റവും ബെസ്റ്റ്
വ്യൂ എന്നൊക്കെ വേണമെങ്കിൽ പറയാട്ടോ ഗൈസ്. അത്രയും രസമായിരുന്നു ഗൈസ്. നല്ല രസമായിരുന്നു അത്. പിന്നെ ഇതാ ഈ ഒരു കുട്ടി വന്നിട്ട് നമ്മുടെ അവിടെ കളിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. ഹർസാനിക്ക് ഇങ്ങനെ ഇങ്ങനെ കളിക്കാനൊരു മടിയൊക്കെ ഉണ്ടായിരുന്നു. അവനിക്കിങ്ങനെ ഒരു നാണം കേട്ടോ. എന്നിട്ട് ആ കുട്ടി അതൊക്കെ ഇങ്ങനെ കളിക്കുകയും പൊട്ടിക്കുകയും എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഗൈസ്. പിന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് അങ്ങനെ പോയി. പിന്നെ ആ കുട്ടി നമ്മളവിടെ തേരയുണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞിട്ട് വരാമെന്നൊക്കെ വിചാരിച്ചു ഗൈസ്. പിന്നെ അപ്പോഴേക്കും ആ കുട്ടിയും കാണാനില്ല എന്നല്ല, പോയിട്ടോ ഗൈസ്. കളിച്ചോണ്ടിരിക്കുന്നത്. അർസാനിക്ക് ഇപ്പോഴും ഒരു നാണമാണ് കേട്ടോ. കുറച്ച് ഇങ്ങനെ സംസാരിച്ച് ഇതാവാൻ അവനിക്ക് കുറച്ച് ഇതാണ്, നാണമാണ് ഗൈസ്. വീട്ടിൽ വന്നത് ആരെങ്കിലും ആണെങ്കിൽ പോലും. ആ കുട്ടി ഭയങ്കര എക്സ്ട്രോവേർട്ടായിരുന്നു കേട്ടോ ഗൈസ്. ആ ഒരു പ്രായത്തിൽ എനിക്കും കണ്ടത് അതിശയമായിട്ടോ ഗൈസ്. പിന്നെ ഇതാ നമ്മളിവിടെ ഇങ്ങനെ ആ കുട്ടീനെ കളിപ്പിച്ചുകൊണ്ടിരുന്നു കേട്ടോ ഗൈസ്. പാരൻസ് ഇതാ അവിടെ തന്നെ ഉണ്ട്, ഇതാ അവിടെ നിൽക്കണം കേട്ടോ പാരൻസ്. പിന്നെ നമ്മളിതാ അവിടെ നിന്ന് പിന്നെ ഇറങ്ങി അങ്ങനത്തെ ജാക്കറ്റ് ഉണ്ടോയെന്നൊക്കെ ചോദിച്ചു. അത് ഇവിടെ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടോ ഗൈസ്. ഇപ്പോൾ ആൾ ഇട്ടിരിക്കണ പോലത്തെ ജാക്കറ്റ് അതായിരുന്നു പപ്പാക്ക് വേണ്ടത്രേ. ബട്ട് അത് കിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടോ ഗൈസ്. അതുകൊണ്ട് കുറച്ച് ഒരു ഇതുണ്ടായിരുന്നു ഗൈസ്. പിന്നെ അത് മാത്രമല്ല ഇവിടെ ഭയങ്കര തണുപ്പാണല്ലോ, പ്ലസ് ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. പിന്നെ ഇവിടെ വരികയാണെങ്കിൽ ഭയങ്കര രസമാണ് കേട്ടോ ഗൈസ്. നിങ്ങൾ വിചാരിച്ച പോലെയല്ല ഗൈസ്, ഭയങ്കര രസമാണ്. അതുമാത്രമല്ല ഗൈസ്, നിങ്ങളിവിടെ വരുമ്പോഴേ ഇങ്ങനെ ഇഷ്ടം പോലെ എന്താണ് ഫുഡുകളൊക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഗൈസ്. അതിൽ കുറേ നമ്മൾ വാങ്ങി. അതുകൊണ്ടാണ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. ആ തണുത്തയിൽ അങ്ങനെ ചൂട് ഫുഡൊക്കെ ഇങ്ങനെ ഭയങ്കര രസമായിരുന്നു ഗൈസ്. പിന്നെ ഇത് എന്നൊക്കെ പറഞ്ഞാലേ നമ്മൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഒരു ഹോട്ടലിൽ പോയിട്ടോ ഗൈസ്. ഹോട്ടലിൽ പോയി ഇവിടെ മസാല ദോശ ഉണ്ടോ എന്ന് ചോദിച്ചു കേട്ടോ. അവർ അപ്പോഴാണ് പറയുന്നത് മസാല ദോശ ഇവിടെ ഇല്ലയെന്ന് ഗൈസ്. അപ്പോഴാണ് ഞാനും അറിഞ്ഞത് എന്താണ് ഇവിടെ മസാല ദോശ ഇല്ലയെന്ന്. അപ്പോഴാണ് ശരിക്കും ഗൈസ്. പിന്നെ നമ്മൾ അടുത്ത ഹോട്ടലിൽ പോയി ഗൈസ്. അവിടെ ഭയങ്കര റിച്ച് ടൈപ്പായിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ എന്താണ് നമ്മൾ ഇവിടെ നിന്ന് മസാല ദോശയൊക്കെ ഉണ്ടായിരുന്നു. മസാല ദോശ പൊറോട്ട കിട്ടും എന്നൊക്കെ പറഞ്ഞത് പ്യുവർ വെജ് ആയിരുന്നു കേട്ടോ ഗൈസ്. പിന്നെ പപ്പ പറഞ്ഞു ഇനി അങ്ങോട്ടുള്ള യാത്രയിൽ പ്യുവർ വെജ് ആയിരുന്നു ഗൈസ് നല്ലതെന്ന്. കാരണം എന്താണ് വെജ് ആണ് നല്ലതെന്ന് പറഞ്ഞു കേട്ടോ ഗൈസ്. അതുകൊണ്ട് പിന്നെ എന്താണ് പപ്പ എന്താണ് പറഞ്ഞ പോലെ നമ്മൾ അനുസരിച്ചു. പിന്നെ നമ്മളിത് അവിടെ നിന്ന് ഷേക്കും ജ്യൂസും എല്ലാം കാര്യങ്ങളൊക്കെ കുടിച്ചു കേട്ടോ ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഗൈസ് ഈ ഒരു വീഡിയോ മാത്രം കേട്ടോ ഗൈസ്, ഇങ്ങനെയുള്ള ആ ഒരു ക്ലിപ്പ്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ഗൈസ്. അപ്പോൾ ഊട്ടി നമ്മൾ തീർന്നിരിക്കുകയാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു. ബൈ.